നമസ്കാരം. ഫിറോസ് ഉണ്ട്, നീനു ഉണ്ട്, ആൻസി ഉണ്ട്, സുമി ഉണ്ട്. ഒപ്പം ഞങ്ങളുടെയൊക്കെ വിശിഷ്ട അതിഥി ഇന്ന് ടൊവിനോ ഉണ്ട്. കേരളത്തിന്റെ പുത്തൻ താരോദയം എന്ന് നിസ്സംശയം പറയാവുന്ന ചങ്കൂറ്റമുള്ള ആണ്. ഇന്നത്തെ പത്രസമ്മേളനം കൂടി കഴിഞ്ഞു. ഞാൻ സാധാരണ ഇങ്ങനെ ഒരുപാട് ആരാധനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കക്ഷിയല്ലായിരുന്നു. ഇന്നലത്തെ പത്രസമ്മേളനം കൂടി കഴിഞ്ഞ് ഞാൻ മൂക്കും കുത്തി. ഞാൻ അതിൽ പറഞ്ഞത് മുഴുവൻ വന്നില്ല. ചാനലിൽ വന്നപ്പോ ഒരു ബിറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് അവര് എന്തുകൊണ്ടാണ് ലെങ്ത് കൂടിയതുകൊണ്ടായിരിക്കും. നമുക്കിവിടെ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രണയം എന്ന് പറയുന്നത് ബലാത്സംഗത്തിനേക്കാൾ വലിയ കുറ്റമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി. അത് ഭയങ്കര മോശമാണ്. ഇപ്പൊ മറൈൻ ഡ്രൈവിൽ ഒരു പെർട്ടിക്കുലർ വിഭാഗം ആളുകൾ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നിട്ട് ഇവരെ അടിക്കുകയും ഓടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവരവിടെ ഇരുന്ന് എന്തോ വൃത്തിയോട് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രണയിക്കുന്നവർ അവിടെ ഇരുന്ന് എന്തോ വൃത്തിയോട് കാണിക്കുന്നു. നമ്മുടെ വിഷയത്തിലൊന്നും കണ്ടില്ല. പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം മറൈൻ ഡ്രൈവിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ അടിച്ചോടിക്കുന്നതും അതിന്റെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും ആണോ സദാചാരം? അത് മാത്രമല്ല, ന്യൂസ് ചാനലുകളിൽ ലൈവായിട്ട് വിടുന്നതും. അത് ഞാൻ അന്ന് അതിന്റെ ഒരു വരി, അതായത് ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞതൊക്കെ ഇത്ര നേരം ഞാൻ പറഞ്ഞതൊക്കെ ഇന്നലെ ആ ചാനലിൽ കാണിച്ചു. ഞാൻ പറഞ്ഞ ഒരു വരി ഉണ്ടായിരുന്നു. അത് ഇന്ന് അത് ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് വെച്ചാൽ അത് വെബിലിടാന്ന് പറഞ്ഞു. അടുത്ത വരി എന്ന് പറഞ്ഞാല് അവിടെ അങ്ങനെ വന്നിരുന്ന് വൃത്തികേട് കാണിക്കുന്നുണ്ട് കുട്ടികളെങ്കിൽ അവരെ അടിക്കുകയല്ല, അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും അവരുടെ വീടുകളിൽ വിളിച്ച് മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും വേണം. എന്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് പോയി എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് 92.7 ബിഗ് FM ഉണ്ട്. ഇന്ന് ടൊവിനോയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒരു ചെറിയ അക്ഷരമോ മുക്കലോ മൂടലോ പോലും എഡിറ്റ് ചെയ്യാതെ ലൈവായിട്ട് വന്നിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പൊ ഓൺലൈനിൽ അത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബില് അതിന്റെ ഫുൾ വേർഷൻ വന്നിട്ടുണ്ട്. അത് കാണുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്റെ അടുത്ത് ചിലര് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന്. അപ്പൊ ആ ചോദിച്ചവർ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ മറ്റേത് കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഇത് കേൾക്കുന്നവര് പറയും ഇനി എന്താ പറയാനുള്ളത്, ഇനി എന്താണ് ആരോപണങ്ങൾ പറയാൻ. കമന്റ് ആയിട്ട് വരട്ടെ നിങ്ങളുടെ ആരോപണങ്ങളൊക്കെ. ശരി, ഇന്ന് മറ്റൊരു സന്തോഷത്തിലേക്ക് കൂടിയാണ് ടൊവിനോ വന്നെത്തി നിൽക്കുന്നത്. ഇന്ന് 92.7 ബിഗ് FM പട്ടിണിയില്ല പട്ടണം എന്ന പദ്ധതി തുടങ്ങിയിട്ട് 65 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു മൊമെന്റിൽ അതെ നമുക്കറിയാം, സബ് കളക്ടർ ആണ് നമ്മുടെ അതിഥിയായ സൈനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്ന് ഈ ഒരു വേദിയിൽ നമ്മുടെ പാവങ്ങൾക്ക് ഭക്ഷണം നൽകാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോ. ജസ്റ്റ് നമ്മുടെ ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ്, അവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫ് അംഗങ്ങളുമാണ് ഇത് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിതില് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമാണ്. കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ഒക്കെ എനിക്കും ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അത് ഐശ്വര്യമായിട്ടും എടുത്ത് ടൊവിനോയിൽ കൊടുക്കുന്നു. വാങ്ങിച്ചോ. ലൈവ് വരുന്നു. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് പതിയെ തന്നാണ് ഫോട്ടോ. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ 10,000-ഓളം പൊതികള് അവിടെ എത്തിയിട്ട് പോലും അവിടുത്തെ പട്ടിണി മാറുന്നില്ല എന്നുള്ള ഒരു, ഞാൻ ഇപ്പോഴാണ് അത്രയ്ക്കും അധികം ആളുകൾ ഈ പറഞ്ഞ പോലെ അവിടെ വരുന്നുണ്ടെന്നുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയാവുന്നവരെല്ലാവരും, ഒരുപാടൊന്നും വേണ്ട, ഒരു പുതിയ ചോറ് എല്ലാവരും വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ പട്ടിണി തീർന്നു പോലും. വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും വരും. അന്നത്തെ പട്ടിണിയില്ല പട്ടണം ടൊവിനോ വകയാണ്. നിങ്ങൾ അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നല്ല, അത് ഞാൻ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ വിപിൻ ഒരുപാട് ലക്ഷങ്ങളൊന്നും ചെലവില്ല ഇതിന്. ഇതിന് വളരെ കുറച്ച് പൈസ ചെലവുള്ളൂ. അപ്പൊ ആറ്റിങ്ങൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ്. അടുത്ത മെഡിക്കൽ കോളേജിൽ വിശന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഇനിയും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. പട്ടിണിയില്ല പട്ടണം 65-ാം ദിവസം ടൊവിനോ തോമസിനൊപ്പം ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ് ആൻഡ് ടീച്ചേഴ്സിനൊപ്പം ബിഗ് എഫ്എമ്മിനൊപ്പം നിങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോവല്ലേ? ഞാൻ എന്നാ കൊണ്ടുപോയി